ഗാസ യുദ്ധത്തിലേക്ക് നയിച്ച ഹമാസിന്റെ ആക്രമണത്തിൽ സൈന്യത്തിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ ഇസ്രായേലിന്റെ ആദ്യ അന്വേഷണ റിപ്പോർട്ട്. ഹമാസിനെ വില കുറച്ച് കണ്ടത് വലിയ തിരിച്ചടിയായി. ആക്രമണ സൂചനകൾ അറിഞ്ഞിട്ടും അപ്രായോഗികമായെന്ന് കരുതി അവഗണിച്ചു. 2023 ഒക്ടോബർ 7 ആക്രമണം പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്നും IDFന്റെ റിപ്പോർട്ട്. ഹമാസിൽ നിന്നുള്ള ആക്രമണം മുൻകൂട്ടി കാണുന്നതിലും പ്രതിരോധിക്കുന്നതിലും IDFനുണ്ടായ വീഴ്ചകൾ എണ്ണിപ്പറയുന്നതാണ് 19 പേജുള്ള റിപ്പോർട്ട്. 2018 മുതൽ ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഹമാസ് നടത്തുന്ന മുന്നൊരുക്കങ്ങൾ ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ഹമാസ് മുതിരില്ലെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടി. ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ ദുർബലമാണെന്നും ഹൈടെക് അതിർത്തി വേലികൾ നുഴഞ്ഞുകയറ്റം പ്രതിരോധിക്കുമെന്നും അമിത ആത്മവിശ്വാസം പുലർത്തി. ഹമാസിൽ നിന്നുള്ള ആക്രമണ സാധ്യതകളെ അപ്രായോഗികമെന്ന് വിലയിരുത്തി. ഹെസ്ബോളയിലും ഇറാനിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ തെക്കൻ അതിർത്തികളിലെയും ഗാസയിലെയും സുരക്ഷാ പാളിച്ചകൾ കാണാതെ പോയി. റിപ്പോർട്ട് പ്രകാരം 2022 ഏപ്രിലിൽ തന്നെ ഹമാസ് ആക്രമണ പദ്ധതി ആരംഭിച്ചിരുന്നു. 2022 സെപ്റ്റംബറോടെ 85% സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി. 2023 മെയ് മാസത്തോടെ ഒക്ടോബർ 7 ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഹമാസ് പൂർത്തിയാക്കി. ആക്രമണത്തിന്റെ തലേ ദിവസം ഒക്ടോബർ 6 ഇസ്രയേൽ ചേർന്ന സുരക്ഷാ യോഗത്തിൽ ഹമാസിൽ നിന്ന് അസാധാരണ നീക്കങ്ങളുണ്ടെന്ന് കണ്ടിട്ടും പ്രതിരോധത്തിന് സജ്ജമായില്ല. ഹമാസിനെ വില കുറച്ചു കണ്ട വർഷങ്ങളുടെ ഇന്റലിജൻസ് വീഴ്ചയാണ് അവിടെയും ആവർത്തിച്ചത്. ഫലം ഹമാസും മറ്റ് പലസ്തീനിയൻ ഗ്രൂപ്പുകളും ചേർന്ന് 5000-ഓളം തോക്കുധാരികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുകയും സൈനികരും സാധാരണക്കാരുമടക്കം 1200 പേരെ വധിക്കുകയും ചെയ്തു. 251 പേർ ബന്ദികളാക്കപ്പെട്ട ആക്രമണത്തിൽ 1.5 വർഷത്തിനു ശേഷമുണ്ടായ വെടിനിർത്തലിൽ 20ഓളം പേരെ മാത്രമാണ് ഇസ്രായേലിന് ഇതുവരെ ജീവനോടെ തിരിച്ചെത്തിക്കാനായത്. സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ടെന്ന തുറന്ന കുറ്റസമ്മതമാണ് ഇതു സംബന്ധിച്ച് റിപ്പോർട്ടിലുള്ളത്. ഹമാസിന്റെ ആക്രമണം പ്രതിരോധിക്കാൻ എണ്ണത്തിൽ കുറഞ്ഞ IDF സൈനികർ മണിക്കൂറുകളോളം പാടുപെട്ടു. ആക്രമണ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാനാകാത്ത ആശയക്കുഴപ്പമുണ്ടായി. സാധാരണക്കാരെയും സൈനികരെയും അക്രമികളെയും പരസ്പരം തിരിച്ചറിയാൻ പോലും രക്ഷാപ്രവർത്തനത്തിയ ഇസ്രയേലി വ്യോമസേനയ്ക്ക് കഴിഞ്ഞില്ല. സുരക്ഷാ വീഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് IDF മേധാവി ജനറൽ ഹെർസി ഹലേവി കഴിഞ്ഞ മാസം രാജിവച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.